ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ലൈംഗിക അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഹണി റോസിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് എതിരായ നടപടി ഏത് രീതിയിലാണ് പൊതുജനങ്ങൾ കാണുന്നത് എന്ന് നോക്കാം. പ്രതികരണങ്ങളിലേക്ക്. വായടയൊന്നുമില്ല, പറയാനുള്ളത് പറയും. കുറച്ച് കഴിയുമ്പോൾ ആദ്യം പണ്ടത്തെ പോലെയാവും. എല്ലാവരും അത് മറക്കും, അതോടുകൂടി കഴിയും. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ഇന്നലെ പറഞ്ഞില്ല, ഫറയുടെ അഭിപ്രായം ഞാൻ അതിൻ്റെ കൂടെ നിൽക്കണം. ഇത് എക്സ്പെക്റ്റഡും ആയിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അത് പണം പവറുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ ആവാമല്ലോ. പോരാത്തതിന് ഞാനൊരിക്കലും അങ്ങനെയുള്ള പക്ഷത്തിലുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല, അഭിപ്രായമില്ല. പിന്നെ മൊത്തത്തിൽ ആളുകളുടെ ആ ഒരു ചിന്താഗതി വളരെയധികം മാറാനുണ്ട്. കുറച്ച് കാലത്തേക്കുള്ള വായടച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ ദാറ്റ് വീണ്ടും ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് ബോബി ചെമ്മണ്ണൂർ പിടിക്കപ്പെടുന്നു, അതിൻ്റെ പേരിൽ അതിനെ വേറെ രീതിയിൽ അശ്ലീലവൽക്കരിച്ചുകൊണ്ട് വേറെ കമൻറ്റുകൾ വരുന്നു. നിൽക്കില്ല, അവസാനിക്കില്ല. എന്തായാലും കുറേ നാൾ കഴിയുമ്പോൾ വേറൊരു വിഷയം വരുമ്പോൾ അതിലേക്ക് പോകും, അത്രേ പറയാനുള്ളൂ. കുറേ കാലമായിട്ട് മലയാളികൾ കേൾക്കുകയും പറയുകയും സദസ്സുകളിൽ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന തമാശകളാണ്. സോ മാറും തോന്നുന്നില്ല ഈ അടുത്തൊന്നും. മറ്റു വാർത്തകളില്ലേ എന്നൊക്കെ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നാളെ തൃശ്ശൂർ ജില്ലയിൽ ലീവാണോ എന്ന റയാൻ റാസി എന്ന അക്കൗണ്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ കപ്പ് നേടിയ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് അവധി വാർത്തയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തിരികെ പോകുന്നു. ഇപ്പോൾ കാക്കനാട് ജയിലിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അശ്വിൻ, എപ്പോൾ എത്തിക്കും ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ? ഉന്മേഷ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കണ്ടെയ്നർ റോഡ് വഴിയാണ് വരുന്നത്. ഏകദേശം ആ റോഡ് പകുതിയായിട്ടുണ്ട്. നമ്മൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് ചില കാഴ്ചകൾ കണ്ടതാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ ബോച്ചയുടെ ഒപ്പമുണ്ടായിരുന്ന ആരാധകർ എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ അവിടെ നടത്തിയ ചില പരാക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ആളുകൾ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് തൊട്ടു പിന്നാലെ, ബോബി ചെമ്മണ്ണൂർ വരുന്ന പോലീസ് വാഹനത്തിന് തൊട്ടു പിന്നാലെ ഉണ്ട് എന്നുള്ളതും നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ്. അവരിപ്പോഴും ആ വാഹനത്തെ പിന്തുടർന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ജില്ലാ ജയിലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്നത്തെ രാത്രി, എന്തായാലും നാളെ മറ്റ് മേൽക്കോടതികളിലേക്കൊക്കെ നീങ്ങുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്നത്തെ രാത്രി ബോബി ചെമ്മണ്ണൂർ ഇവിടെയാണ് ഉണ്ടാവുക. മറ്റ് മേൽക്കോടതികളും തള്ളിയാൽ അടുത്ത 14 ദിവസം ബോബി ചെമ്മണ്ണൂർ ഇവിടെയാണ് കഴിയേണ്ടത്. നമ്മൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കൈവീശി തംസപ്പ് അടിച്ച് പോയാൽ തിരികെ വന്നത് കാഴ്ച നമ്മൾ കണ്ടതാണ്. വളരെ ദയനീയമായി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും അല്പസമയത്തിൽ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള വാഹന വ്യൂഹം പോലീസിന്റെ സംഘം ഇവിടേക്ക് എത്തും. ഇവിടെ നടപടിക്രമങ്ങളെല്ലാം ഏകദേശം മുൻപ് തന്നെ പൂർത്തിയായതാണ്. റിമാൻഡ് ഓർഡർ നൽകിയാൽ ഇന്ന് മറ്റ് വലിയ നടപടിക്രമങ്ങളൊന്നുമില്ലാതെ ഇവിടേക്ക് കയറാനാകും. എന്തായാലും കോടതിയിൽ നടത്തിയ വാദങ്ങളെല്ലാം അപ്പാടെ പൊളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു എന്നുള്ളത് നമ്മൾ വാദത്തിന്റെ ഓരോ ഭാഗങ്ങളിലും കണ്ടതാണ്. പ്രോസിക്യൂഷൻ അതെല്ലാം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷന്റെ കയ്യിൽ തെളിവുകളുണ്ടായിരുന്നു, ഡിജിറ്റൽ തെളിവുകളുണ്ടായിരുന്നു. അതെല്ലാം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ കാഴ്ച. എന്തായാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന അധിക്ഷേപം മാത്രമല്ല, ദ്വയാർത്ഥ പ്രയോഗം മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ്. അതിന് പുറമെ ഓൺലൈൻ ചാനലുകളിൽ ഇന്റർവ്യൂകളിൽ പലകുറിയായി ഒന്നിലധികം തവണ ഒരേ ചാനലിൽ തന്നെ നടത്തിയ പല പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ തെളിവുകൾ സഹിതമാണ് കോടതിക്ക് മുന്നിൽ ഇന്ന് പ്രോസിക്യൂഷൻ സമർപ്പിച്ചത്. അതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് കോടതി എത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് ഇറക്കി റിമാൻഡിന് ശേഷം ആശുപത്രിയിലേക്ക് പോകും വഴി ജയിലിലേക്ക് വരും വഴി ആശുപത്രിയിൽ പരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരുന്നു. അവിടെയും പറഞ്ഞത് വൈദ്യസഹായം ആവശ്യമുണ്ട്, തുടർച്ചയായി വൈദ്യസഹായത്തിന് സഹായം വേണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതാണ്. മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്ന് ജയിലിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള അർത്ഥം വരുന്ന തരത്തിലാണ് അദ്ദേഹം പെരുമാറിയതെന്നും വ്യക്തമാണ്. എന്നാൽ അതൊന്നും വൈദ്യശാസ്ത്രത്തിന് മുന്നിൽ നിന്നില്ല. ഡോക്ടർമാർ പറഞ്ഞത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, മടങ്ങിപ്പോകാം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ആശങ്ക. എന്തായാലും അത്തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ബോബിക്കില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം അതിവേഗം തന്നെ ഇവിടെ മാധ്യമങ്ങൾ നിരവധിയുണ്ട്. നമ്മൾ ആശുപത്രിയിൽ കണ്ട ഒരു തിരക്ക് നമ്മൾ കണ്ടതാണ്. അതിന് പുറമെ ആളുകൾ ഉണ്ടായിരുന്നു, നിരവധി ആളുകൾ ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അതായത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ സ്വീകരിക്കാൻ വന്ന ആളുകളാണ് അപ്രതീക്ഷിതമായ വാർത്ത കേട്ട് രോഷാകുലരായി പോലീസ് വാഹനത്തിന് മുകളിൽ അടിക്കുകയും അത് തടയുകയുമൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അവരാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിന് പിന്നാലെ വരുന്നത്. എന്നാലും ഈ കാർഡിയോളജി സേവനവും ഒപ്പം ഓർത്തോ സേവനവും ബോബി ചെമ്മണ്ണൂർ ആശുപത്രിയിലേക്ക് പോകും വഴി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യം
ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വീൽ ചെയറിന്റെ സഹായത്തോടു കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയതും. എന്തായാലും ഇനിയിപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് അടക്കമായിട്ടാണ് വരുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിച്ച് ഒപ്പം റിമാൻഡിന്റെ രേഖകളുണ്ട്. ആ രേഖകൾ കൂടി കാണിച്ചാൽ മറ്റ് വലിയ തിരക്കുകളില്ലാതെ അതിവേഗം ജയിലിൽ കയറി ഇന്നത്തെ രാത്രി ബോബി ചെമ്മണ്ണൂർ ഇവിടെ കഴിയാം. എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ തന്നെ എത്ര ഉന്നതിയിലുള്ള ആളാണെങ്കിലും ഇത്തരത്തിലുള്ള ജോലി പണികൾ ചെയ്താൽ ഇങ്ങനെ സുഗമമായി ജയിലിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇത് എല്ലാത്തിന്റെയും തുടക്കമാണ് എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പോലും ഇതിനെ ഈ അറസ്റ്റിനെയൊക്കെ ആഘോഷമാക്കുന്നവരും സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്നവരുമുണ്ട്. അതേസമയം വിമർശനാത്മകമായി ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിൽ ചില ആളുകളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനം തടയാനും അവിടെ ഇത്തരത്തിൽ പ്രതിഷേധം രൂപപ്പെടാനും ഒക്കെ തയ്യാറായത്. എന്തായാലും അവിടെ കണ്ട പ്രതിഷേധത്തിന്റെ ബാക്കി ഇനി ജില്ലാ ജയിലിന് മുന്നിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം ഈ ജില്ലാ ജയിലിലേക്ക് എത്തും. ഉന്മേഷ്. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കാക്കനാട് ജില്ലാ ജയിലിൽ എത്തും. ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിലായിരിക്കും ബോബി ചെമ്മണ്ണൂർ കഴിയേണ്ടി വരിക. പ്രതിഭാഗം നാളെ അപ്പീലുമായി ജില്ലാ കോടതിയിലേക്ക് പോകും. ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കോടതി ജാമ്യം നൽകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാകും. അദ്ദേഹത്തിന് കോടതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വരുമ്പോൾ, ജാമ്യമില്ല എന്നുള്ള വിധി വരുമ്പോൾ കോടതി റൂമിൽ തളർന്നിരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. തുടർന്ന് ആരോഗ്യ പരിശോധന വേണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് പുറത്തിറക്കിയതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അവിടെ നടത്തിയ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചത്. അതിനെ തുടർന്നാണ് പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരുമായി ഇപ്പോൾ കാക്കനാട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ അവിടെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായ വൈദ്യപരിശോധന ഉറപ്പുവരുത്തിയില്ല എന്നിങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഒരു വിഭാഗം ആളുകൾ ആ പോലീസ് ജീപ്പിന് മുന്നിലേക്ക് ചാടി വീഴുകയും ചെയ്തു. വാഹനം തടയാനുള്ള ചെറിയ ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ പോലീസ് ഇടപെട്ട് അവരെയൊക്കെ നീക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടെയ്നർ റോഡ് വഴിയാണ് യാത്ര എന്നുള്ളതാണ്. പരമാവധി തിരക്കൊഴിവാക്കാൻ നഗരഹൃദയത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കി കണ്ടെയ്നർ റോഡ് വഴിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കളമശ്ശേരി വഴി എത്തിയായിരിക്കും കാക്കനാട്ടേക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കാൻ പോകുന്നത്. ഈ ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ ഈ പോലീസ് വാഹനത്തെ പിന്തുടരുന്നു എന്നുകൂടി അശ്വിൻ പാലാഴി അറിയിക്കുന്നുണ്ട്. അശ്വിൻ, ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, അതിവേഗം തന്നെയാണ് പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വഴി തെരഞ്ഞെടുത്തത്. മറ്റു വഴി ഇപ്പോൾ ഈ സമയം, പ്രത്യേകിച്ച് ഈ ഒരു 7 മണിയോടുകൂടി എടുക്കുന്ന സമയത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ വഴി ഒഴിവാക്കി മറ്റൊരു വഴി വരാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഗതാഗത കുരുക്കില്ലാത്ത സ്ഥലത്തുകൂടി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര അത്ര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അധിക സമയം എടുക്കുന്നതോ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 7:30 മുന്നേ തന്നെ ജയിലിലേക്ക് എത്തിക്കാനാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാഹനം ഇവിടേക്ക് എത്തും. അതിനുശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില നടപടിക്രമങ്ങൾ ഇവിടെയുണ്ട്. അതും അതിവേഗം പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂരിനകത്തേക്ക് കയറ്റാനായിരിക്കും ശ്രമിക്കുക. എന്തായാലും കോടതിയിൽ നടന്ന ചില നാടകീയ രംഗങ്ങളുണ്ട്. അതിന്റെ ബാക്കി പത്രം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായി കാണേണ്ടത്. കോടതിക്ക് പുറമെ ജനറൽ ആശുപത്രിയിലും അതേ രീതിയിലുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഉള്ള ആളുകൾ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പുറകെ ചേസ് ചെയ്തെത്തുന്ന ഒരു ടീമുണ്ട്. 2 വാഹനങ്ങളിലായി ജില്ലാ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ച ആളുകൾ തന്നെയാണ്. അവരിൽ ചിലരാണ് ഈ വാഹനത്തിന്റെ പിന്നാലെ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും വഴി യാത്രാമധ്യേ പോലീസ് അവരെ തടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തതയില്ലാത്ത കാര്യമാണ്. എന്തായാലും അവർ ഇവിടെ എത്തിയാൽ ഒരുപക്ഷെ ഒരു പ്രതിഷേധം, അവിടെ ഉണ്ടായ സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകും. അത് നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ അകത്ത് പരിശോധന പൂർത്തിയാക്കാൻ പോലീസ് അനുവദിച്ചില്ല എന്നുള്ളൊരു ആരോപണമാണ് അവർ പറയുന്നത്. അതിനു മുന്നേ തന്നെ പോലീസ് ഇവരുമായി പോയി എന്നുള്ളതാണ്. ഒരു പോലീസ് വാഹനം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് ബോബി ചെമ്മണ്ണൂരിന്റെ എത്തിയ വാഹനത്തിന് മുന്നേ വന്ന പൈലറ്റ് വാഹനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനും പുറമെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അധിക സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് പുറത്തേക്ക്, ഈ സബ് ജയിലിന് പുറത്ത് അധിക പോലീസിനെ വിന്യസിക്കുന്നതിന്റെ ഭാഗമായി വന്ന പോലീസ് വാഹനമാണ്. അവർ പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ ഒരു പ്രതിഷേധ സാധ്യത ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്
അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോയത്. സബ് ജയിലാണെങ്കിൽ കൂടി പ്രതിഷേധമൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും അധികം വൈകാതെ പോലീസ് വാഹനം കണ്ടെയ്നർ റോഡ് വഴി ഇവിടേക്കുള്ള യാത്രയിൽ തന്നെയാണ്. എന്തായാലും അത് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് വാഹനം കൂടി ആ ജില്ലാ ജയിൽ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നാണ് ഇപ്പോൾ അശ്വിൻ അറിയിച്ചിരിക്കുന്നത്. കണ്ടെയ്നർ റോഡ് വഴിയാണ് ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം, പോലീസ് വാഹനം ഇപ്പോൾ കാക്കനാട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം ആ വാഹനം കാക്കനാട് ജില്ലാ ജയിലിൽ എത്തും. ഇന്നവിടെയാണ് ബോബി ചെമ്മണ്ണൂർ കഴിയേണ്ടത്. നേരത്തെ കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരുന്നു. 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നടക്കമുള്ള വാദമുഖങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഇന്ന് മുന്നോട്ട് വെച്ചു. പക്ഷേ ആ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചില്ല. മറിച്ച് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾക്ക് കോടതി ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കോടതിയുടെ ഉത്തരവിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവിൽ ഗൗരവമായ പരാമർശങ്ങളുണ്ട്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങൾ അത് ലൈംഗിക അധിക്ഷേപം തന്നെ എന്നുള്ള നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിൽ എത്തിക്കും. ആ സമയത്ത് നമ്മൾ ആ ദൃശ്യത്തിലേക്ക്, വാർത്തയിലേക്ക് തിരികെ എത്തും.